ഹായ്, ഒരു ഗെറ്റ് റെഡി ആയാലോ? ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോവുകയാണേ. രാത്രിയാണേ ടൈം. ഞാനും ജാനി രഞ്ജിത്താണ് കൂടെയാണ് പോണത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഡെർമാഡോക്കിൻ്റെ ഒരു ഫേസ് സിറം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മാൾസിൻ്റെ ഒരു മസ്കാര ഇട്ട് കൊടുക്കണേ. കൂടാതെ കരിയും ഇട്ട് പൊട്ടും വെച്ചു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ജാനിക്കുട്ടി മഹാ അലമ്പായിരുന്നു. മുടി പോലും കെട്ടാൻ സമ്മതിക്കാതെ അലമ്പ് കാണിക്കും. അങ്ങനെ ജാനി റെഡിയായി. ഈ ടോപ്പാണ് ഞാൻ ഇട്ടത്. ഞാൻ തയ്ച്ച ടോപ്പ് ഇറങ്ങി. ജാനിക്കുട്ടി എവിടെയെങ്കിലും വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്നുണ്ട് ഉടനെ പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ അനിയത്തിയുടെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലമാണ്. ഒരുപാട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ബലം ഉണ്ടായിട്ടുള്ള ഒരു അമ്പലമുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവമാണ്. അപ്പോൾ ജാനിയും കൊണ്ട് അവിടെ പോകുന്നതാണേ. ഇതിന് മുമ്പ് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും ഉത്സവ സമയത്തൊന്ന് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പൊങ്കാല ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയത്താണ് എല്ലാവരും പൊങ്കാല ഇട്ടത്. ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു. ഞാൻ പൊങ്കാല ഇട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ മഴയത്ത് ഞാനും ജാനിയും രഞ്ജിത്താണ് വഴിയിലായി. പിന്നെ ഊബർ വിളിച്ച് ഞാനും ജാനിയും പോയി. രഞ്ജിത്താണ് ബാക്കിൽ ബൈക്കിൽ വന്നു.